റാസഖെമ അൽ അർജുൻ ബോഡി കെയർ സെന്ററിൽ നിന്നും ഫിസിയോതെറാപ്പിസ്റ്റാണ് ശ്രീ സാജിദ് കടയ്ക്കൽ. നമസ്കാരം, സ്വാഗതം ചെയ്യുന്നു തിരക്കിൽ അല്പസമയത്തിലേക്ക്. ഇതിപ്പോൾ നമ്മൾ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഈ ഒരു തിരക്കിൽ അല്പസമയത്തിലേക്ക് എത്തുന്നത്. സന്തോഷമുണ്ട് കൂടി പങ്കെടുക്കാൻ സാധിച്ചതിൽ വളരെ സന്തോഷം. കാരണം അത്രയും പ്രാധാന്യമുള്ള ഒരു വിഷയമാണ്. ഒരുപാട് ശ്രോതാക്കൾ ആവശ്യപ്പെട്ടിരുന്ന ഒരു സബ്ജക്റ്റിലേക്കാണ് ഇന്നെത്താൻ ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ തവണ വന്നപ്പോൾ നമ്മൾ ഫിസിയോതെറാപ്പി എന്താണ്, അത് ഏതൊക്കെ സാഹചര്യത്തിലാണ് ചെയ്യേണ്ടി വരുന്നത്, അത് കറക്റ്റായിട്ട് ചെയ്താൽ ലഭിക്കുന്ന ഗുണങ്ങളൊക്കെ സംസാരിച്ചിരുന്നു. ഇന്ന് ഹിജാമ ട്രീറ്റ്മെന്റിനെ കുറിച്ച് മുമ്പ് ചികിത്സ എന്ന് അന്ന് പറഞ്ഞു തന്നിരുന്നു. അത് പറയാൻ കാര്യം, ഈ അടുത്ത സമയത്ത് നമ്മൾ തിരക്കിൽ അല്പസമയത്തിൽ തന്നെ ആയുർവേദ ചികിത്സാ രീതികളിൽ പഞ്ചകർമ്മ ചികിത്സയെ കുറിച്ച് ഡോക്ടർ സംസാരിച്ചപ്പോൾ അതിന്റെ ഒരു ഭാഗത്തേക്ക് വന്നപ്പോൾ ഇതിനെക്കുറിച്ച് ഡോക്ടർ ഒന്ന് പരാമർശിച്ചു, രക്തമോക്ഷത്തെ കുറിച്ച്. അത് കേട്ട ഉടനെ തന്നെ ഒരുപാട് സന്ദേശങ്ങൾ അന്ന് വന്നിരുന്നു. ഹിജാമ ട്രീറ്റ്മെന്റിനെ കുറിച്ച് വിശദമായിട്ടൊന്ന് അറിഞ്ഞാൽ നന്നായിരുന്നു എന്ന് കരുതി. അപ്പോൾ തീർച്ചയായിട്ടും ഇന്ന് ആ ട്രീറ്റ്മെന്റിനെ കുറിച്ച് അത് ചെയ്യുന്ന ഒരാളിൽ നിന്നാകുമ്പം അതിനെ വിശദമായിട്ട് തന്നെ അറിയാൻ സാധിക്കുമല്ലോ. എന്താണ് ഈ ഹിജാമ അല്ലെങ്കിൽ കൊമ്പ് ചികിത്സ എന്ന് പറയുന്നത്? അത് എത്രത്തോളം നമുക്ക് ഈ സാഹചര്യത്തിൽ, കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് അതിനെ പ്രയോജനപ്പെടുത്താൻ സാധിക്കും? ഒന്ന് വിശദമായിട്ട് പറഞ്ഞു. തീർച്ചയായും. ഹിജാമ എന്ന് പറയുന്നത് ഒരു അറബിക് വാക്കാണ് ഹിജാമ. അത് ഹജം എന്ന ഒരു വാക്കിൽ നിന്നാണ് ഹിജാമ എന്ന പേര് രൂപപ്പെട്ടത്. ഇതിന് മലയാളത്തിൽ കൊമ്പ് ചികിത്സ എന്നാണ് അറിയപ്പെടുന്നത്. ഇത് ശരീരത്തിലെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാൻ, ഇമ്മ്യൂണിറ്റി പവർ വർദ്ധിപ്പിക്കാൻ ഏറ്റവും ഫലപ്രദമായ ഒരു ചികിത്സയാണ് ഹിജാമ. അതുപോലെ തന്നെ പഴക്കം ചെന്ന വേദന, ബാക്ക് പെയിന്, ഷോൾഡർ പെയിന്, നെക്കിൽ ഉണ്ടാകുന്ന വേദന, നീർക്കെട്ട്, ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന രോഗികൾക്ക് ഇതും വളരെ ഫലപ്രദമായ ഒരു ചികിത്സയാണ്. അതുപോലെ തന്നെയാണ് നമുക്ക് ഉണ്ടാകുന്ന സ്ട്രെസ്സ്, സ്ട്രെയിന്, ടെൻഷന്, മൈഗ്രെയിൻ, തലവേദന, ഇങ്ങനെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരുപാട് ആളുകൾ ഇന്നുണ്ട്. അപ്പോൾ അവർക്കും ഈ ഒരു ട്രീറ്റ്മെൻറ്റ് വളരെ ഫലപ്രദമാണ്. അതുപോലെ തന്നെ കൊളസ്ട്രോള്, യൂറിക് ആസിഡ്, ഷുഗർ, ബ്ലഡ് പ്രഷർ, ഇതിനെ ഒന്ന് കൺട്രോൾ ചെയ്ത് നിർത്താനും ഹിജാമ വളരെ ഉപകാരപ്പെടുന്നുണ്ട്. ഏതൊക്കെ രീതിയിലാണ് പ്രയോജനപ്പെടുന്നത് എന്ന് പറഞ്ഞു. ഇത് എന്താണ് ഈ ചികിത്സാ രീതി, എങ്ങനെയാണ് ചെയ്യുന്നത് എന്നൊന്ന് പറഞ്ഞു തരാമോ? തീർച്ചയായും. ഇത് ഹിജാമ നമ്മൾ കൊമ്പ് പ്രാചീന കാലം മുതലേ ഇങ്ങനെ തുടർച്ചയായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു ട്രഡീഷണൽ ട്രീറ്റ്മെൻറ്റാണ് ഹിജാമ. അന്ന് കൊമ്പ് വെച്ചിട്ടായിരുന്നു ഈ ഹിജാമ ചികിത്സ അന്ന് എടുത്തുകൊണ്ടിരുന്നത്, കൊമ്പ് വെച്ചിട്ട്. അപ്പോൾ ഈ ഹജം എന്ന വാക്ക്, ഹിജാമ എന്ന് പറയുന്ന വാക്കിന് വലിച്ചെടുക്കുക എന്നാണ് അർത്ഥം മലയാളത്തിൽ, ഹജം. അപ്പോൾ അത് കൊമ്പ് വെച്ചിട്ട് കൊമ്പിലൂടെ വലിച്ചെടുക്കുന്ന ഒരു ദുഷിച്ച രക്തം വലിച്ചെടുക്കുന്ന ഒരു പ്രക്രിയ, അതായിരുന്നു ആദ്യകാലത്ത് ഉണ്ടായിരുന്ന രീതി. ഇപ്പോൾ അത് കപ്പിംഗ് തെറാപ്പി എന്നാണ് അറിയപ്പെടുന്നത്. കപ്പ് വെച്ചിട്ട് നമ്മൾ പിന്നെ വാക്വം വെച്ച് വലിച്ചെടുക്കുന്ന, ഗണ്ണ് വെച്ച് വലിച്ചെടുത്ത് ആ ദുഷിച്ച രക്തം പുറത്തെടുത്ത് കളയുന്ന ഒരു സിസ്റ്റം. അങ്ങനെയാണ് ഇപ്പോൾ ഹിജാമ കപ്പിംഗ് തെറാപ്പി എന്ന പേരിൽ കൂടി അറിയപ്പെടുന്നുണ്ട് ഇംഗ്ലീഷിൽ. അത് നമുക്ക് ഈ പറഞ്ഞ പോലെ വേദന ഉള്ള ഭാഗത്ത്, ഇപ്പം നീർക്കെട്ട് ഉള്ള ഭാഗത്ത്, ഇൻഫ്ലമേഷൻ ഉള്ള ഭാഗത്ത് നമ്മൾ ഈ കപ്പ് വെച്ചിട്ട് അവിടെ നമ്മൾ ചെറിയ ഹോള് എന്ന് വെച്ചാൽ മുള്ളു കൊള്ളുന്ന പോലത്തെ ചെറിയൊരു വേദന ഉണ്ടാവും. ആ നീഡിൽ വെച്ചിട്ട് നമ്മൾ കുത്തി എടുക്കുകയാണ്. അത് രണ്ട് രീതിയിൽ ചെയ്യുന്നുണ്ട്. ബ്ലേഡ് വെച്ചും ഹിജാമ എടുക്കാം, അതുപോലെ തന്നെ നീഡിൽ വെച്ചും എടുക്കാം. ഹിജാമ ബ്ലേഡ് വെച്ച് എടുക്കുമ്പോൾ അവിടെ ഒരു മാർക്ക് വരാൻ സാധ്യതയുണ്ട്.